നമസ്കാരം. നമസ്കാരം. അതായത് വി.ഡി. സതീശന്റെ യാത്ര ഇന്ന് മലമ്പുഴ പാലക്കാട് കവർ ചെയ്ത് പോരുകയാണ്. തൃശ്ശൂരിലേക്ക് കടക്കാനുള്ള പരിപാടിയാണ്. 2 ദിവസമായിട്ട് ഇന്നലെ പാലക്കാട് കടന്നു, ഇന്ന് പാലക്കാട് കടന്ന് തൃശ്ശൂർ എത്തും. ഓരോ ദിവസം തോറും പുതിയ പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വരുമ്പോൾ പിണറായി വിജയന്റെ ഗ്രാഫ് താഴേക്ക് പോകണം, പരസ്യമായിട്ട് വരികയാണ്. നമ്മൾക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടുന്ന കാര്യം നമുക്ക് പറയുന്നതിനൊരു മടിയുണ്ട് പലപ്പോഴും. പക്ഷെ നമുക്ക് സത്യമാണെന്ന് അറിയുന്നതുകൊണ്ടാണ് ഞാൻ പറയാറ്. സത്യമല്ലാത്ത കാര്യം ഞാൻ പറയില്ല. അപ്പോൾ പത്രങ്ങളിൽ തന്നെ ഇപ്പം വാർത്ത അത് തന്നെയാണ്. ഇന്നത്തെ മനോരമ പത്രത്തിൽ പറയുന്നത് 58% ആളുകൾ പിന്തുണ LDF-നെതിരാണ്, ഭരണവിരുദ്ധ വികാരത്തോടൊപ്പമാണ്. 20 താഴെയാണ് പിന്തുണ ആർക്ക്? ഗവൺമെന്റിന്. അതേപോലെ വി.ഡി. സതീശന്റെ പിന്തുണ 34% ഇന്റലിജൻസ് റിപ്പോർട്ട് കേന്ദ്രത്തിന്റെ ഉള്ളത്. ഇപ്പോൾ ഇവിടെയും കേരളത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലായി ഗ്രാഫ് ഉയർന്നിരിക്കുന്നു, പിണറായി വിജയന്റെ ഗ്രാഫ് താഴേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ NDTVയുടെ റിപ്പോർട്ട് മുതൽ അതേപോലെ സീറ്റ് സർവേ മുതൽ ഇന്റലിജൻസ് റിപ്പോർട്ട് മുതൽ എല്ലാത്തിനും പോലെ ഒരു ട്രെൻഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പറയാൻ പറ്റും എന്താണ് വി.ഡി. സതീശന്റെ തുടർന്നുള്ള പോക്ക് എന്തായിരിക്കും? അദ്ദേഹം വന്നത് മുതൽക്കുള്ള ഇങ്ങോട്ടുള്ള എടുത്ത് നോക്കി ഇതുവരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അത് സൂചിപ്പിക്കുന്നത്? വി.ഡി. സതീശന് നമുക്കൊരു വാമനൻ അളന്ന് ഭൂമി ചോദിച്ച പോലെ കാസർഗോഡ് നിന്ന് ആദ്യത്തെ ചുവട് വയ്ക്കുന്നു. അപ്പോൾ ആദ്യത്തെ ചുവട് ഒന്ന് ചവിട്ടാൻ പോകുന്നത് മലമ്പുഴ വരുമ്പോൾ ചവിട്ടുകയാണ്. മലമ്പുഴ എന്ന് പറഞ്ഞാൽ VS-ൻ്റെ സെക്രട്ടറി അവിടെ ചേരുക എന്ന് പറഞ്ഞാൽ അതിന് സുരേഷ് കൊണ്ടുവരുന്ന വോട്ടോ സുരേഷിൻ്റെ സംഘടനാ പ്രാധാന്യത്തെക്കാൾ കൂടുതൽ VS എന്നുള്ള വികാരത്തിൻ്റെ ഒരു അബ്സോർപ്ഷൻ അവിടെ നടക്കാൻ പോകുന്നത്. CPM അണികളുടെ ഇടയിലുള്ള VS-നോടുള്ള അതും പ്രത്യേകിച്ച് മലമ്പുഴയിൽ അദ്ദേഹത്തെ ജയിപ്പിച്ച മാരാരിക്കുളം കൊണ്ട് പളനിയൊക്കെ മുന്നിലെടുത്ത് തോൽപ്പിച്ചതാണ്. അപ്പം വി.ഡി. സതീശന്റെ ആദ്യത്തെ ചുവട് വെക്കുന്നത് ഇവിടെയാണ്, മലമ്പുഴയാണ്. അടുത്ത ചുവട് ഒരുപക്ഷെ എറണാകുളത്തോ കോട്ടയത്തോ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും. പിന്നീടുള്ള അവസാനത്തെ ചുവട് പിണറായി വിജയന്റെ ചവിട്ടി താത്തുന്നതിൻ്റെ അവസാനത്തെ ചുവട് വയ്ക്കും പിണറായി. അതായത് മഹാബലിയെ വാമനൻ വന്ന് ചവിട്ടി പാതാളത്തിലേക്ക് അയച്ച പോലെ പിണറായി വിജയനെ വി.ഡി. സതീശൻ ചവിട്ടി പാതാളത്തിലേക്ക് അയക്കും. തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേക്ക് ആ ചവിട്ടും എന്നാണ് പറയുന്നത്, എന്നാണ് സാധ്യത, ഇപ്പോഴത്തെ സാധ്യത. കാരണം ഇവിടെ വേറൊരു കാര്യമുണ്ട്. മഹാബലി നല്ലൊരു മനുഷ്യനായിരുന്നു, ഇവിടെ ജനങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു. പിണറായി അതല്ല. പിണറായി ആര് പറഞ്ഞു? ചെറുപയർ കൊടുക്കുന്നുണ്ട്, ഉച്ചക്കഞ്ഞി കൊടുക്കുന്നുണ്ട്, പെൻഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ തീരെ പാവപ്പെട്ടവർക്കെല്ലാം പിണറായി കൊടുക്കുന്നുണ്ടെന്നേ. 100 രൂപ നിങ്ങൾക്ക് കൊണ്ടുവരാൻ ഞാൻ കൊണ്ടുവരുന്നു, 10 രൂപ നിങ്ങൾക്ക് തരുന്നു, 90 രൂപ പോക്കറ്റ് കിട്ടുന്നു. അത്രേ ഉള്ളൂ, തരാതിരിക്കുന്നില്ല. അല്ല, നിങ്ങൾക്ക് 100 രൂപ ഇട്ടാൽ ഞാൻ 10 രൂപ തരുന്നില്ലേ? അപ്പൊ എന്നെപ്പോലെ ആരുണ്ട് ഇത്ര മഹാബലിയെ ആള്? അതാണ് മഹാബലി ഉള്ള മുഴുവൻ കൊടുത്തു, കയ്യിലുള്ളത് കൊടുത്തു, അത് ഇങ്ങോട്ട് എടുത്തിട്ട് 10 അവിടെ കൊടുത്ത് 90 പോക്കറ്റിലും പുതിയ മഹാബലി. അതാണ് ഇപ്പോൾ സംഭവിക്കാൻ. പഴയ മഹാബലി, നൂതന മഹാബലി. ഇപ്പോഴത്തെ പിണറായി വിജയൻ ജനങ്ങളെ ചവിട്ടിത്താത്തിരിക്കുന്ന പിണറായി വിജയനാണ്. ഇതുപോലെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് അടിച്ചെടുത്ത് ജനങ്ങളെ ചവിട്ടിത്താത്തി. പക്ഷെ തിരിച്ചുള്ള ചവിട്ടാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. എല്ലാത്തിനും റൊട്ടേഷൻ ഉണ്ടല്ലോ. ദൈവവും അസുരനൊക്കെ മാറി മാറി ഓരോ ജന്മത്തിൽ മാറി മാറി. കാലം എന്ന് പറയുന്നത് ഒരു പ്രത്യേകത. പ്രകൃതി നിയമങ്ങൾ മാറ്റാൻ കഴിയില്ല. പ്രകൃതി അത് കണ്ടറിഞ്ഞ് അത് കൃത്യമായി പ്രവർത്തിച്ചു. അതിന്റെ ഭാഗമാണ് അയ്യപ്പൻ തന്നെ രംഗത്ത് വന്നത്. ഇതിൽ രണ്ടാമത്തെ കാര്യം സതീശന്റെ വളർച്ച. ഇപ്പോൾ കോൺഗ്രസിൽ നമ്മൾ ഒരു ഒറ്റ നേതാക്കന്മാരെ എടുത്തു. രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, K സുധാകരൻ, അങ്ങനെ കുറേ പേരുടെ നേതൃത്വം പറയുമ്പോൾ ഐഡിയോളജിക്കലായുള്ള ചില പൊസിഷൻസ്, ആശയപരമായ ചില പൊസിഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ ഒരു നേതാവില്ല. മാത്രമല്ല സമുദായ സംഘടനകളെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാതെ രമേശ് ചെന്നിത്തലയ്ക്കൊക്കെ പറ്റി തകരാറ് അവിടെയാണ്. കോൺഗ്രസിന്റെ ഐഡന്റിറ്റി NSSന്റെ അടുക്കളയിൽ പോയിരിക്കാനും NSSന്റെ ചില സഭാ നേതാക്കന്മാരെ BJP ഇവരെല്ലാം ആ രീതിയിൽ കാര്യങ്ങൾ സാധിക്കാം, ബിഷപ്പുമാരുടെ സപ്പോർട്ടുണ്ടെങ്കിൽ കാര്യം സാധിക്കാം എന്ന് മനസ്സിലാക്കി വന്ന കുറേ നേതാക്കന്മാരുടെ അകത്തുണ്ട്. NSSന്റെ സപ്പോർട്ട്, അല്ലെങ്കിൽ SNDPയുടെ സപ്പോർട്ട്. ഇത് മറികടന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇവരുടെയൊക്കെ സഹായവും സഹകരണം വേണം. പക്ഷെ ഇവർ മാത്രമായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നടത്തുന്നത് എന്ന് ജനങ്ങളോട് പറയുകയും അത് ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യാം. ജനങ്ങൾ ആ നിലപാട്, സതീശൻ്റെ ആ നിലപാടിന് അംഗീകാരം കൊടുക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്ന. അല്ലെങ്കിൽ NSS സുകുമാരനാർക്ക് ഇഷ്ടപ്പെട്ടില്ല കൊണ്ട് നായന്മാരെല്ലാം ഒരു ദിവസം മാറിയോ? സതീശനെ ജാതിന്ന് മാറിയോ? വെള്ളാപ്പള്ളിക്ക് പിണറായി ഇഷ്ടം എന്ന് വിചാരിച്ച് ഈഴവരെല്ലാം മാറിയോ? ഇസ്ലാമികരെ മാറേണ്ടി വന്നിട്ടുണ്ട്. കാന്തപുരം മാറിയെന്ന് വെച്ചാൽ മാറില്ല.
എന്നിട്ട് വെള്ളാപ്പള്ളിയുടെ മണ്ഡലത്തിൽ പോലും വാർഡിൽ പോലും വെള്ളാപ്പള്ളിക്ക് തോൽക്കേണ്ടി വന്നു, CPM തോൽക്കേണ്ടി വന്നു. പിന്നെ രണ്ടാമത് ഞാൻ ശരിക്കും കമ്പയർ ചെയ്യുന്നത് സതീശൻ പ്രതിപക്ഷ നേതാവുമ്പോൾ അതിനു മുമ്പ് കരുണാകരൻ 9 പേരെ വെച്ച് പ്രതിപക്ഷ നേതാവായ ഒരവസ്ഥ. അന്ന് തലയെടുപ്പോൾ ഒറ്റ കോൺഗ്രസ് നേതാവ് പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് യങ്ങർക്ക് പ്രതിപക്ഷ നേതാവാകാൻ പറ്റിയത്. ബാക്കിയുള്ളവരെല്ലാം തോറ്റുപോയി ഭാഗ്യത്തിന്. പക്ഷേ കിട്ടിയ അവസരം അതെങ്ങനെ അന്നത്തെ കാലത്തെ ഏറ്റവും ദുർബലമായ കോൺഗ്രസിനെ എങ്ങനെ പുനരുദ്ധരിക്കണം എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കരുണാകരന് സാധിച്ചു. കരുണാകരൻ്റെ തണലിൽ എന്ന് പറയാൻ പറ്റില്ല, കരുണാകരനോടൊപ്പമാണ് KSU യൂത്ത് കോൺഗ്രസ് തുടങ്ങിയ സംഘടനകളും വളർന്നത്. ഇപ്പോൾ സതീശൻ്റെ ഗുണം ഏറ്റവും ദുർബലമായ 21 2ാം ടേം വരെ പിണറായി ആദ്യമായിട്ട് ഇടതുപക്ഷ ഒരു കക്ഷിക്ക് കിട്ടുന്ന അവസരത്തിൽ ആണ് സതീശൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് പരാജയം എവിടെയായിരുന്നു? 21 തോൽവിക്ക് തൂക്കുമായിരുന്നു വിചാരിക്കാം. കോവിഡും ഒക്കെ കാരണങ്ങൾ നമ്മൾ 100 കാരണങ്ങൾ തോക്കാം. പക്ഷേ ഇത്ര ദയനീയമായിട്ട് തൂക്കുമായിരുന്നു. ഒരു ശക്തമായ പ്രതിപക്ഷം ഉണ്ടായി ഇത്രയും ദയനീയമായിട്ട് തോക്കില്ലായിരുന്നു. സംഘടനാപരമായി ഉമ്മൻചാണ്ടിയുടെ എതിരായ ആരോപണങ്ങൾ, രമേശിന്റെ NSSനോടുള്ള പ്രേരണ, ഇങ്ങനെ പല കാര്യങ്ങൾ കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് രമേശ് ചെന്നിത്തല പറഞ്ഞത് എനിക്ക് പാർട്ടിയുടെ ഭാഗത്ത് പിന്തുണ ലഭിച്ചില്ല എന്നാണ്. പക്ഷെ VD സതീശൻ പാർട്ടിയുടെ ഭാഗത്ത് പിന്തുണ ലഭിച്ചില്ല എന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല അദ്ദേഹം പാർട്ടിക്കുള്ളിലേക്ക് കയറി പാർട്ടിയെ ചലിപ്പിച്ചു എന്നുള്ളതാണ്. ഞാൻ തെളിവ് എന്താ വെച്ചാല് തൃക്കാക്കര ഇലക്ഷനിൽ പിണറായി സംഘവും മന്ത്രിമാരുടെ സംഘവും തമ്പടിച്ചിട്ട് അനങ്ങാൻ പറ്റിയില്ല. VD സതീശന്റെ നേതൃത്വത്തിൽ അടിത്തട്ട് വരെ പാർട്ടിയെ ചലിപ്പിച്ചത് കൊണ്ടാണ് അവിടെ 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഉമ്മ തോമസ് ജയിക്കാൻ കാരണം. 12,000 വോട്ടുള്ള 24,000 അതിന് പുതുപ്പള്ളിയിലാകട്ടെ 9,000 വോട്ടിന് ജയിച്ച സ്ഥലത്ത് 38,000 വോട്ട്, 5 ഇരട്ടി, 5 ഇരട്ടി വോട്ടിന് അവിടെ ഉണ്ടായി. പിന്നെ പാലക്കാട് 3,000 വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് 6 ഇരട്ടി ഭൂരിപക്ഷത്തിന് ജയിച്ചു. പിന്നെ ചേലക്കര തോറ്റെങ്കിലും 22,000 വോട്ട്, 40,000 വോട്ടിൽ നിന്ന് 22,000 കുറഞ്ഞു പോയി. 28,000 വോട്ടാണ് പോയത്. 12,000 വോട്ട്, 28,000 വോട്ട് അവര് അട്ടിമറിച്ചു. പിന്നെ ഇവര് കുറച്ചു. അത്രയും കൂടുതൽ UDFന് കിട്ടി. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത് എവിടെയാണ്? നിലമ്പൂരാണ്. നിലമ്പൂർ അൻവർ ഇല്ലാതിരുന്നിട്ട് കൂടി, അൻവർ എന്നുള്ള സംഭവം ഇല്ലാതിരുന്നിട്ട് കൂടി 12,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയ മാത്രമല്ല ഈ അൻവറിന് 20,000 അവിടെ ഉണ്ട്, 10,000 വോട്ട് ഉണ്ട് അന്നേരം പിണറായിക്കെതിരെ. അതും അപ്പൊ 32,000 വോട്ടിന്റെ ഭൂരിപക്ഷം UDFന് ഇപ്പൊ അവിടെ ഉണ്ട്, നിലമ്പൂരുണ്ട്. അപ്പൊ മൊത്തത്തിൽ അതൊക്കെ തന്നെ അതും അൻവറോട് ഏറ്റുമുട്ടിയിട്ടാണ് ഇതാവുന്നത്. അവിടെ ഓരോ മണ്ഡലങ്ങളിലും അവിടെയുള്ള പാർട്ടിയെ ചലിപ്പിക്കാനും VD സതീശൻ അവിടെ പാർട്ടി എന്നെ സഹായിച്ചിട്ടാന്ന് പറഞ്ഞിട്ടാണ് VD സതീശൻ അങ്ങനെ നിന്നിട്ടില്ല. അത് ചലിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഓരോ മേഖലയിലുള്ള അടിത്തട്ട് വരെയുള്ള സംഘടനാ സംവിധാനവും ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനവും എങ്ങനെ ആവണം, എങ്ങനെ വോട്ട് ചേർക്കണം എന്ന് കൃത്യമായി അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് വരെ ഓരോ സ്ഥലത്തും പാർട്ടിയെ ചലിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൂടിയാണ് അദ്ദേഹത്തിന്റെ വിജയം. എവിടെ ചെന്നാലും ഒരു അടിത്തറ വേണമല്ലോ. ആ അടിത്തറ ഉണ്ടാക്കിയെടുത്ത് അദ്ദേഹം ഇപ്പം പാലക്കാട് കിടക്കുമ്പോൾ അദ്ദേഹം അജയ്യനായി മാറിയിരിക്കുന്നു. ആദ്യം യാത്ര തുടങ്ങുമ്പോൾ എല്ലാവരും വിചാരിച്ചത് രമേശ് ചെന്നിത്തലയാണോ, അല്ലെങ്കിൽ തരൂരാണോ, അല്ലെങ്കിൽ പിന്നെ സുധാകരനാണോ മുഖ്യമന്ത്രിയാവാ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വേണുഗോപാലാണോ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു. സംശയങ്ങളൊക്കെ കംപ്ലീറ്റ് ദൂരീകരിച്ചു. ജനങ്ങൾ അത് ഏറ്റെടുത്തു VD സതീശനെ. അതിന് കാരണം അദ്ദേഹത്തിന്റെ നിലപാട് കൂടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ എടുത്ത നിലപാട്, അതേപോലെ മുസ്ലിം പിന്നെ NSSന്റെ SNDPയുടെ കാര്യത്തിൽ എടുത്ത നിലപാട്, അതേപോലെ തന്നെ ഓരോ ഇഷ്യൂവിലും കൃത്യമായി ശബരിമല ഇഷ്യൂവിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഏത് ഇഷ്യൂവിന്റെ കാര്യത്തിൽ നിലപാട്, ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് വന്നതാണ് ജനങ്ങൾ അംഗീകരിക്കാൻ കാരണം. ഇയാൾ ഒരു നിലപാടുള്ള ആളാണ്. എതിർപക്ഷത്തുള്ള ഈ രാഷ്ട്രീയ നിരീക്ഷകർ പോലും VD സതീശനെ കാണുന്നത് നിലപാടുള്ള ആളാണ്. നമ്മുടെ ഏറ്റവും അധികം ജയശങ്കറൊക്കെ വളരെ കൃത്യമായി പറയുന്ന, അഡ്വക്കേറ്റ് ജയശങ്കറൊക്കെ വളരെ നിരീക്ഷണം നടത്തി കൃത്യമായി പറഞ്ഞിട്ട് സതീശന് നിലപാടിന് പിന്തുണ കിട്ടും. ഇപ്പോൾ തൽക്കാലം കിട്ടിയില്ലേ, പക്ഷെ അത് പിന്നീട് കിട്ടും. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം യാതൊരു കാരണവശാലും സതീശനെ അംഗീകരിക്കാതിരുന്ന ഇപ്പോൾ ഷാജഹാൻ തുടങ്ങിയ മാധ്യമങ്ങളുണ്ട്. അപ്പോൾ അവരെ യൂട്യൂബ് ചാനലുകൾ നന്നായിട്ട് നടത്തുന്നവരുണ്ട്. പക്ഷെ അവരെല്ലാം ഇന്ന് ഷാജൻസ്കറിയ പോലും ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് സതീശനാണ് ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ കേരളത്തിന് കിട്ടാവുന്ന ഏറ്റവും നല്ല നേതാവെന്ന് അവർ പറയുക. അല്ല, ആ മാറ്റം ഭയങ്കര ഏറ്റവും രസമുള്ള സമയത്ത് ഒരു ഘട്ടത്തിൽ ആസൂത്രിതമായി
സതീഷിനെ അറ്റാക്ക് ചെയ്യാൻ ചില യൂട്യൂബ് ചാനലുകൾ രംഗത്ത് വന്നിരുന്നു. അത് ചില നേതാക്കന്മാർക്ക് വേണ്ടിയിട്ടായിരുന്നു, നേതാക്കന്മാർ പണം കൊടുത്ത് ചെയ്യിച്ചതാണെന്നുള്ള ഇതിൻ്റെ അടുത്ത് വിവരമുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യാതെ അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചുകൊണ്ട് പ്രവർത്തനവുമായി മുന്നോട്ട് പോയി. ഇപ്പൊ ജാഥ വന്നതോടുകൂടി ജാഥയിലാണ് അദ്ദേഹത്തിന്റെ ആ തിളക്കം ജനങ്ങൾ അംഗീകരിക്കുന്നത് നേരിട്ട് കാണുന്നത്. മാത്രമല്ല അവിടെ പ്രസംഗിക്കുമ്പോൾ നിലപാടുകളുടെ രാജകുമാരനാണ് വരുന്നത് എന്ന് പറയുമ്പോൾ ജനങ്ങൾ ആർപ്പും വിളി ഉണ്ടാക്കുക. കാരണം ആരവം ഉയർത്തിക്കൊണ്ടാണ് ഒറ്റക്കെട്ടായത്. പൈസ കൊടുത്തിട്ട് പിണറായി വിജയൻ വരുമ്പോൾ പിന്നെ HRIC ഇവർക്ക് പൈസ കൊടുത്ത് ഇവന്റ് ഗ്രൂപ്പിന് പൈസ കൊടുത്ത ആളെ വെച്ചിട്ട് തവ പിടിപ്പിക്കല്ല. ഇത് 10,000 ആളുകൾ ഒരു സൂചി കുത്താൻ സ്ഥലമില്ലാതെ ഇങ്ങനെ ഒഴുകുകയാണ്. ഇതൊരു അത്ഭുതമാണ് കേരളത്തിൽ. അല്ലെ, രാഹുൽ മാങ്കൂട്ട ഇഷ്യൂ അത് കോൺഗ്രസിനെ കുറച്ചൊക്കെ ഡാമേജ് ചെയ്യുമെന്ന് എല്ലാവരും വിചാരിച്ചിരുന്നു. അത് പിണറായി വിജയനെയും സതീശനെയും താരതമ്യപ്പെടുത്താൻ ജനങ്ങൾക്ക് മുമ്പിൽ കിട്ടിയ അവസരം. ആ അവസരം എന്ന് പറയുന്നത് ഇപ്പം CPM-ലാണെങ്കിൽ PCC-ക്കെതിരായിട്ടോ അല്ലെങ്കിൽ മുകേഷിനെതിരായിട്ടോ ഇങ്ങനെ ഒരു ഗോപി കോട്ടമുണ്ടക്കിനെതിരായിട്ടോ ഇങ്ങനൊരു നിലപാടെടുക്കാൻ പിണറായി വിജയന് സാധിച്ചിട്ടില്ല. ഏറ്റവും കരുത്തനാണെന്നാണ് പറയുന്നത്. മാധ്യമങ്ങളെ കൊണ്ട് മാറി ഇരട്ടച്ചങ്ക ആ പിണറായി വിജയൻ അങ്ങ് ദുർബലനായിരുന്നപ്പോൾ ഇവിടെ VD സതീശൻ, കേവലം പ്രതിപക്ഷ നേതാവ് മാത്രമായ VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇഷ്യൂവിൽ അത് തെളിഞ്ഞു വരുന്നതേ ഉള്ളൂ. എന്നാൽ പോലും എടുത്ത നിലപാട് രണ്ടുപേരെ കൂടെ താരതമ്യപ്പെടുത്തുക. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ബോധ്യപ്പെട്ട നിലപാടാണ് ഞാൻ എടുത്തത്, ബോധ്യപ്പെട്ടിട്ടുണ്ട്, ബോധ്യപ്പെടലാണ് പ്രധാനം എന്ന് അദ്ദേഹം പറഞ്ഞു. കേട്ടറിവിന്റെ അടിസ്ഥാനത്തിലല്ല, എനിക്ക് ബോധ്യപ്പെട്ട കാര്യത്തിൽ ആ നിലപാട് അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് ഉറച്ച തീരുമാനമാണ് അദ്ദേഹം എടുത്തത്. അത് ശരിയായി എന്നുള്ളത് എങ്ങനെയാണ്? പിണറായി വിജയൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തപ്പോൾ അന്ന് കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചിരുന്ന ആളുകളെ മുന്നിൽ ഞങ്ങൾ പുറത്താക്കിയല്ലേ, സസ്പെൻഡ് ചെയ്തതല്ലേ, പുറത്താക്കിയതല്ലേ, നിങ്ങളെ ഭാഗത്തുള്ള ആൾക്കാർ അവിടെ ഉണ്ടല്ലോ കുറെ എണ്ണം, ഒരു വിരലും കൂടി ചൂണ്ടുമ്പോൾ നിങ്ങളെ വിരലിലെ കയ്യിൽ 4 വിരലല്ലേ ചൂണ്ടുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ സമയം. ശശിയാണെങ്കിലും ശശിന്റെ ഒക്കെ റിപ്പോർട്ട് ഇപ്പോഴും പിണറായിന്റെ കൈവശമാണ്. അത് പോലീസിനോട് തപ്പം ശശി അകത്താണ്. ഒരു എംഎൽഎയുടെ മകളെ പീഡിപ്പിച്ച കഥ അങ്ങനെ PCCയെ കുറിച്ച് മാത്രം അങ്ങനെ പറയാൻ പറ്റില്ല. പിണറായി വിജയൻ PCCക്കെതിരായിട്ട് ഒരു റിപ്പോർട്ട് കൊടുത്താൽ പിണറായി വിജയനെതിരായിട്ട് 100 റിപ്പോർട്ട് കൊടുക്കാൻ PCC സാധിക്കും. അത് ലാവ്ലിൻ കേസിന്റെ 8 കോടി രൂപ പാർട്ടിക്ക് വേണ്ടി തിരുവനന്തപുരത്ത് ഇതുണ്ടല്ലോ ഫ്ലാറ്റുകൾ നിർമ്മിച്ചോ അവിടെ മെമ്പർമാർ മുന്നില് 8 കോടി റുപ്യ PCCന്റെ അടുത്ത് കൊണ്ടുകൊടുത്ത് എന്റെ അടുത്തുള്ള ഉണ്ടായിരുന്നു. എന്റെ ഓഫീസ് റേഡിയോസിലെ ഇതൊക്കെ എടുത്തുണ്ടായിരുന്നു. അപ്പം നമ്മളൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തെ പറ്റി ഏറ്റവും വലിയ ആരോപണം എന്താ വന്നത്? പുനർജനി പദ്ധതി. ഈ പുനർജനി പദ്ധതിയിൽ എന്തെങ്കിലും ഉണ്ടോന്നോ തപ്പാൻ വേണ്ടി ഞാനും പോയിരുന്നു. പറവൂര് 100-200ഓളം വീടുകളാണ് അവിടെ ഉണ്ടാക്കി കൊടുത്തത്. ആ വീടുണ്ടാക്കിയ വീട് മാസങ്ങളും കൊല്ലങ്ങളും കഴിഞ്ഞു 2018 ഉണ്ടാക്കിയല്ലേ. ഇതേപോലെ നമ്മുടെ വയനാട്ടിൽ ഉണ്ടായ ദുരന്തം മാതിരി ചൂരൽമലയിൽ ഉണ്ടായ മുണ്ടക്കൈ ദുരന്തം ഉണ്ടായിട്ട് ഇത്രയും ദിവസമായിട്ട് അവർക്ക് വീടുണ്ടായിട്ടില്ല, ഒന്നും കൊടുത്തിട്ടുമില്ല. 750 കോടി ആയിട്ടുണ്ട്. 5 പൈസ ഇല്ലാതിരുന്ന VD സതീശൻ പ്രളയ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നോക്കിക്കൊള്ളാം ഞങ്ങളെ ജനങ്ങളെ, എനിക്കറിയാൻ നോക്കാനെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുക മാത്രമല്ല അവിടെ പുനർജനി പദ്ധതിയിലൂടെ എല്ലാവർക്കും വീടും സ്ഥലവും കൊടുത്ത് അദ്ദേഹം സംരക്ഷിച്ചു. ഇന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഓരോ തവണയും അവിടെ വോട്ട് കൂടുന്നതിന്റെ കാരണം എന്താ? അവിടെ പുനർജനി പദ്ധതിയിലൂടെ വീട് കിട്ടിയ ആൾക്കാർ അവരെന്നെ സ്വയം ഏറ്റെടുക്കുകയാണ് VD സതീശനെ. അത് കണ്ടിട്ടുള്ള ജനങ്ങൾ ആ പറവൂരിലെ CPIയുടെ ശക്തി കേന്ദ്രത്തിൽ, LDFന്റെ ശക്തി കേന്ദ്രത്തിൽ VD സതീശൻ അജയ്യനാകുന്നത് അതുകൊണ്ടാണ്. എന്തൊക്കെ തരത്തിൽ അദ്ദേഹത്തെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു നോക്കി, വിജിലൻസ് റിപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നോക്കി. അങ്ങനെ ഒരു മണ്ണാങ്കട്ടിയിൽ അത് കൂടുതൽ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ അദ്ദേഹം പേരും പ്രശസ്തി ഉണ്ടാക്കാണ്, ജനങ്ങളുടെ അംഗീകാരം നേടുകയാണ്. കാരണം ജനങ്ങൾ ആ നെഞ്ചോട് ചേർത്തുള്ള VD സതീശനെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുകയും, എനിക്ക് തോന്നുന്നത് VS അച്യുതാനന്ദൻ ജനകീയ നേതാവാണെങ്കിൽ സ്വയം ഏറ്റെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയൊന്നും ആരും ചെയ്തിട്ടില്ല. ഇപ്പൊ AK ഗോപാലനാണെങ്കിൽ ജനങ്ങളുടെ ഭയങ്കര അംഗീകാരമുള്ള നേതാവായിരുന്നു. ഉമ്മൻചാണ്ടി നമുക്ക് ഉമ്മൻചാണ്ടിയെ കടത്തി വിട്ടുന്ന ഒരു ജനങ്ങളുടെ പിന്തുണയും അല്ല, ആന്റണി കരുണാകരനൊന്നും ഇങ്ങനെയായിട്ടില്ല. അവരെയൊക്കെ മറികടക്കുന്ന ജനങ്ങളുടെ പിന്തുണ ഇപ്പോൾ VD സതീശനുണ്ട്. ഇന്ന് കേരളത്തിലെ ഏറ്റവും ജനകീയനായ നേതാവ്, ഏറ്റവും പിന്തുണയുള്ള നേതാവ്, ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന നേതാവ് കർണാടകത്തിലെ DK ശിവകുമാറിന്റെ
അത് ഡി കെ ശിവകുമാർ അത്രയും വ്യാപകമായ ഇദ്ദേഹത്തെ പോലെ അത്രത്തോളം എത്തിയിട്ടില്ല. പൊതു സ്വീകാര്യത. ഇദ്ദേഹം അടുത്തട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ട് ജനങ്ങളോടൊപ്പം പോകണു, ജനങ്ങൾ തലയിലേറ്റി കൊണ്ടു നടക്കുന്നു. കണ്ടില്ലേ ആരവങ്ങൾ? അപ്പം ആ ലെവലിൽ അദ്ദേഹം വളർന്നിരിക്കുന്നു. ഇനി അദ്ദേഹത്തെ തടയാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ. അദ്ദേഹത്തെ തെറ്റ് ചെയ്താൽ മാത്രമാണ് കുഴപ്പം വരുന്നത്. പിന്നെ അദ്ദേഹവും കരുണാകരനുമായിട്ട് വീണ്ടും അടുത്ത ബന്ധം. കരുണാകരൻ ദുർബലനായിരുന്ന സമയത്ത് കരുണാകരന്റെ ചുറ്റും കവചമൊരുക്കാൻ വയലാർ രവി, എം എ ജോണ്, എ കെ ആന്റണി, ഉമ്മൻചാണ്ടി, സുധീരൻ വരെയുള്ള യുവജനങ്ങളുടെ ഒരു ടീമുണ്ടായിരുന്നു എല്ലാ സ്ഥലത്തും. അതുപോലെ സതീശനുണ്ട് എല്ലായിടത്തും. ഇപ്പോൾ ഷിയാസ് കാര്യം ചെറുപ്പക്കാരനാണ്, അധികം പ്രായമില്ല, DCC പ്രസിഡന്റ് ഇപ്പോഴും ഉണ്ട് ഷിയാസ്. മുഹമ്മദ് ഷിയാസ്. പിന്നെ മുഹമ്മദ് ഷിയാസ് ഒരു പടത്തലവന മാതിരിയാണ്. പിന്നെ കുഞ്ഞാലിമരിക്കാരനെ പോലുള്ള പോരാളിയാണ്. ഇങ്ങേരുണ്ട് അവിടെ മുഹമ്മദ് ഷിയാസ്. അങ്കമാലി റോജി ജോണുണ്ട്. അതായത് നമ്മൾ ഏറ്റവും വലിയ അവർ സംരക്ഷിക്കേണ്ട എറണാകുളം ജില്ലയാണല്ലോ. എറണാകുളം ജില്ല മാത്രമല്ല, പത്തനംതിട്ടയും കോട്ടയവും അവരാ ബെൽറ്റ് 14, 9, 23 പത്തനംതിട്ട, ഇടുക്കി 10, 9, 19, 14, 33 സീറ്റ് ഇവിടെ. 33 സീറ്റ് UDF-നാണ് ഈ ബെൽറ്റ്. അതേപോലെ കോഴിക്കോട് ബെൽറ്റ് എന്ന് പറയുന്നത് എന്താ? കോഴിക്കോട്, വയനാട്, മലപ്പുറം. 16, 3, 19, 3, 32 അവിടെ ഉണ്ട്. 32, 33, 65 സീറ്റ് ഉറപ്പാണ്. പിന്നെ എവിടെന്നെങ്കിലും 6 സീറ്റ് അല്ല, പിന്നെ പ്രശ്നമല്ല. കണ്ണൂരിൽ കാസർഗോഡ് നിന്ന് കിട്ടിയ കഴിഞ്ഞില്ല കാര്യം. അപ്പൊ അവര് ഭരണത്തിൽ വരാനുള്ള സാധനം അടിത്തറ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മാറ്റാർക്കും കഴിയില്ല. ഈ 6 സ്റ്റേറ്റ്, അതായത് VD സതീശന്റെ പ്രത്യേകത ആണ്, എറണാകുളം VD സതീശനാണ് എല്ലാം നോക്കുന്നത്. അദ്ദേഹത്തിന്റെ വലത് കൈയാണ് മുഹമ്മദ് ഷിയാസ്. പിന്നെ ഇടുക്കിയിലാണെങ്കിൽ 5 സീറ്റ് അതേപോലെ ഉണ്ടാക്കി. പത്തനംതിട്ട 5 സീറ്റ് ഉണ്ടാക്കി. കോട്ടയത്ത് 9 സീറ്റ് പ്രാവശ്യം UDF ഉണ്ട്. വേറെ ഒന്നോട്ടം പോയാൽ ഭാഗ്യം. പിന്നെ ഉള്ളത് നമ്മുടെ കോഴിക്കോട് 13 സീറ്റും UDF-ന് അനുകൂലമാണ്. പ്രവീൺ പറയുന്നല്ല, 10 സീറ്റ് പ്രാവശ്യം 13 സീറ്റിൽ 11 സീറ്റും LDF-ന് കൂടിയായിരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 13-ൽ 10 സീറ്റും UDF-നായി. പിന്നെ വയനാട്ടിലെ 3 സീറ്റും പ്രാവശ്യം UDF-നാണ്. അത് 10,000 കണക്കിന് ഭയങ്കര ഭൂരിപക്ഷമായിരിക്കും. പിന്നെ മലപ്പുറത്ത് 16 സീറ്റിൽ 16 കിട്ടാൻ പോവാണ്. അപ്പോ ഈ 6 ജില്ല, 4, 3, 7 ജില്ലകൾ UDF-ന്റെ ശക്തി ആർക്കും അടുക്കാൻ പറ്റില്ല. അവിടെ UDF-ന്റെ കണ്ണൂരായി, പഴയ കണ്ണൂർ. അതേപോലെയുള്ള അവസ്ഥയ്ക്ക് VD സതീശന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം യാത്രയിൽ കയറുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന VD സതീശനല്ല ഇപ്പോൾ യാത്ര കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പം. യാത്ര കഴിഞ്ഞ് തുടർന്നപ്പോൾ അദ്ദേഹം 10 മടങ്ങ് ശക്തനായി തീർന്നിരിക്കുന്നു. എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന് പിന്തുണ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സ്ത്രീകളുടെ ഇടയിൽ ഏറ്റവും പിന്തുണ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. യുവാക്കളുടെ ഇടയിൽ അദ്ദേഹത്തിന് പിന്തുണ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വൃദ്ധരായ ആളുകൾ പോലും അദ്ദേഹത്തിന് തോളിലേറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഇന്നേ വരെ ഇങ്ങനെ ഒരു പിന്തുണ ഉണ്ടായിട്ടില്ല. പബ്ലിക് അക്സെപ്റ്റൻസ് ഉള്ള നേതാവ് VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. VS അച്യുതാനന്ദന്റെ ഒരു ഡിഫറന്റ് ഒരു ക്യാരക്ടറോട് അത് VS അച്യുതാനന്ദനെ കാര്യങ്ങൾ ശരിയാക്കി കൊടുക്കാൻ ആദ്യം ഒരു സ്ട്രോങ് സംഘടനാ സംവിധാനം ഉണ്ടായിരുന്നു. ഇതൊന്നുമില്ലാതെ അവിടെയാണ് നമ്മൾ പ്രത്യേകമായി കണ്ടത്. എന്തായാലും VD സതീശൻ വളരുകയാണ്. VD സതീശന്റെ അദ്ദേഹത്തെ തടയാൻ ഈ കോൺഗ്രസ് തന്നെ ആർക്കും കഴിയില്ല. കാരണം ശശി തരൂരും അദ്ദേഹത്തിന് കൂടെ ചേർന്നു എന്നുള്ളതാണ് സത്യം. ശക്തനായ എതിരാളിയായിട്ട് തിരുവനന്തപുരം ജില്ല എടുത്താല് VD സതീശൻ, ശശി തരൂര്, കെ മുരളീധരൻ 14 സീറ്റും ചിലപ്പോൾ വരും. അവിടെ അത്ഭുതങ്ങൾ ഉണ്ടാവാം. അങ്ങനെ ഒരു യോജിപ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല തിരുവനന്തപുരത്ത്, ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അല്ല, VD സതീശൻ, കെ മുരളീധരൻ വിട്ടേർക്കാവ് മത്സരിക്കുകയാണെങ്കിൽ അവിടെയുള്ള 14 മണ്ഡലങ്ങളിലെ ഗുണം ചെയ്യും. പ്ലസ് ശശി തരൂർ, ഇവര് 3 പേരും കൂടി ചേർന്നാൽ അക്കാഡമിക് നിലവാരമുള്ള ക്വാളിറ്റി ഉള്ള ആളുകളും പിന്നെ പോരാളികളുമായി അത് തിരുവനന്തപുരത്ത് വലിയ മാറ്റം ഉണ്ടാക്കും എന്നുള്ളത്. തിരുവനന്തപുരത്തെ മാറ്റം കൊല്ലത്തും വരും. എന്തായാലും ഭരണം UDF-നാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അതിന്റെ മുഖ്യമന്ത്രി VD സതീശനാണെന്നും ഉറപ്പിക്കാന്ന് പറയാൻ കാരണം അദ്ദേഹത്തിന് തടയാൻ ആർക്കും കഴിയില്ല. കാരണം അദ്ദേഹത്തിന് അത്രയും ശക്തനായി തീർന്നിരിക്കുന്നു. ആർക്കും അടുത്തൊരാളെ പേര് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് VD സതീശൻ വളർന്നിരിക്കുന്നു എന്നുള്ളത് സത്യം. നന്ദി, നമസ്കാരം.